ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെയിൻ വളരെ അപകടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചകളും കേൾവികളും വിരലുകളും അധിക സമയവും സ്ക്രീനിലാണ്. ഫോൺ അമിതമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ബ്രെയിനെ ബാധിക്കുന്ന ഒരു ഭക്ഷണ രീതി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജങ്ക് ഫുഡ്, ആൽക്കഹോളും ഷുഗറും കൂടുതലുള്ള പാനീയങ്ങള്, ബീവറേജസ്, മദ്യം, നമ്മൾ ഇതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ബ്രെയിനെയാണ്. 65% പേർക്കും ബ്രെയിൻ റൂട്ട് പിടിപെട്ടിരിക്കുന്നു എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഇതൊരു രോഗമല്ല, മറിച്ച് കൺസ്വെന്റ് ആണ്. ബ്രെയിൻ ഷാർപ്പല്ലാതാകുന്ന ഒരു അവസ്ഥ. നമുക്കറിയാം, ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ എടുക്കും, അത്യാവശ്യ കാര്യത്തിന് മൊബൈൽ എടുക്കും. പിന്നീട് അറിഞ്ഞോ അറിയാതെയോ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും നമ്മൾ ആ മൊബൈലിൽ ചെലവഴിക്കുന്നു. ഇങ്ങനെ അമിതമായ ഈ മൊബൈൽ ഉപയോഗം, ഓവറാകുന്ന ഇന്റർനെറ്റിലുള്ള താല്പര്യം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബ്രെയിനെയാണ്. അതായത് ആപ്ലിക്കേഷനും നോട്ടിഫിക്കേഷനും മെസ്സേജും ഒക്കെയുമായി നമ്മൾ ജീവിതത്തെ ഇന്റർനെറ്റിൽ തളച്ചിടുമ്പോൾ ഇതൊക്കെ കീപ്പപ്പ് ചെയ്യാൻ ബ്രെയിൻ അമിതമായി ജോലി ചെയ്യുന്നു. ലൈക്കിനും കമന്റ്സിനും ആദ്യമൊക്കെ ബ്രെയിൻ ഒരു ഗുഡ് ഫീൽ നൽകും. എന്നാൽ ഈ ഫോണിന്റെ ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ക്രമേണ ഒന്നിനും ഫോക്കസ് ചെയ്യാൻ ബ്രെയിന് സാധിക്കാതെ വരുന്നു. നമ്മുടെ എനർജി കുറഞ്ഞു വരികയാണ്. ഉത്സാഹമില്ല, ഉത്കണ്ഠ വർദ്ധിക്കുന്നു, ധൈര്യമില്ല, ഭയം കൂടുന്നു, തല പിരിക്കുന്നു, വിഷാദം വരുന്നു, സമയം തെറ്റിയുള്ള വൈകിയുള്ള ഉറക്കം, പഠനത്തോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥ, ജോലിയോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥ, അതോടൊപ്പം തന്നെ ക്രമം തെറ്റിയുള്ള ഉറക്കെഴുന്നേൽപ്പ്, സമയത്തിന് ഒരു വിലയും നമ്മൾ കൽപ്പിക്കുന്നില്ല. ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർത്തിരിക്കുന്നു. ഒരു ടയേർഡ് മൂഡിലാണ് നാം ജീവിക്കുന്നത്. മണ്ടരി ബാധിച്ച തലപോയ തെങ്ങിന്റെ ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിന്. ഇതൊക്കെ നമ്മൾ മാറ്റിയേ തീരും. നമുക്കറിയാം, കൊറോണ കാലത്ത് നമ്മളൊക്കെ ഐസൊലേഷനിലായിരുന്നു. എല്ലാവരും വീടിൻ്റെ അകത്തായിരുന്നു. അന്ന് എല്ലാവരും കൂടുതൽ ഉപയോഗിച്ചത് ഇന്റർനെറ്റാണ്, മൊബൈലാണ്. അതുപോലെ തന്നെ ഹെഡ്ഫോണിന്റെ ഉപയോഗം വളരെ കൂടി. നമ്മുടെ മൈൻഡ് തന്നെ തകരാറിലായി. നമുക്ക് നമ്മുടെ വീട്ടിലെ യുവാക്കളും കുട്ടികളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അടച്ചിട്ട റൂമില്, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പുതപ്പ് മൂടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന് വീഡിയോ കാണുന്ന കുട്ടികൾ. ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ ഇടുപ്പ് വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ തലച്ചോറിനെ, ബ്രെയിനെ ഡാമേജ് ആക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. അതൊരു ഫാഷനാക്കി തീർത്തിരിക്കുന്നു. ഇപ്പോ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ തന്നെ നമ്മൾ കാണും, 4-5 പേര് മേശക്ക് ചുറ്റും ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അതോടൊപ്പം ഫോണും ഉപയോഗിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ ഫോണും ഹാൻഡ്സെറ്റൊക്കെ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ അയൺ ചെയ്യുകയാണ്. അയൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ നമ്മുടെ ബ്രെയിനെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പോംവഴി നമ്മൾ കണ്ടേ തീരൂ. നമ്മളെ തിരിച്ചറിയണം. നമ്മൾ എന്നും ഏകാഗ്രതയിൽ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്കൂട്ടത്തിൽ നിൽക്കണം, അവരോട് കൂടുതൽ സംസാരിക്കണം, ചിരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചിരിക്കണം, തമാശകൾ കേൾക്കണം. നമുക്കറിയാം, നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നവരാണ്. വാഹനത്തിലായാലും മറ്റ് വഴിയിലൂടെയൊക്കെ ആയിട്ട് നാം ജോലിക്കിലേക്കും അതോടൊപ്പം തന്നെ പഠനം നടത്താനൊക്കെ സഞ്ചരിക്കുന്നവരാണ്. എന്നും ഒരു വഴി തിരഞ്ഞെടുക്കാതെ
ആഴ്ചയിൽ 2 3 പ്രാവശ്യം വഴിയൊന്ന് മാറ്റിപ്പിടിക്കണം. പുതിയ കാഴ്ചകൾ കാണാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളുമായിട്ട് കൂട്ടുകൂടാൻ, അവരുടെ കളിയിലും ചിരിയിലും കുറുമ്പിലും നമ്മളും പങ്കാളിയാകാൻ, അങ്ങനെ നമ്മുടെ മൈൻഡിനെ കൂടുതൽ കൂടുതൽ ഉല്ലാസമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ണടച്ച് വിശ്രമിച്ചിട്ട് ചെറിയ സൗണ്ടിൽ ഓഡിയോ രീതിയിൽ പാട്ട് കേൾക്കാൻ ശ്രദ്ധിക്കണം. രാവിലെയും വൈകുന്നേരം നടക്കണം. ഫ്രീ ആകുന്ന നേരങ്ങളിൽ നല്ല കൂട്ടുകൂടിയിട്ട് നല്ല നല്ല, പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം പോയിട്ട് നല്ല കാഴ്ചകൾ, കടലും നദികളും മലകളും വയലുകളും കാണാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനക്ക് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ എല്ലാ ദേവാലയങ്ങളിലും സുവിശേഷ പ്രസംഗമുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാൻ, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ മാറ്റുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ, വാക്കുകൾ കേൾക്കാൻ, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ, നോവലുകളും കവിതകളും കഥകളും വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആത്മീയത ഉണർത്തുന്ന പാട്ടുകൾ കേൾക്കണം. അതോടൊപ്പം തന്നെ 3 4 മാസമൊക്കെ കൂടുമ്പോൾ ആതുരാലയങ്ങൾ സന്ദർശിക്കണം. പറമ്പിലെ കാഴ്ചകൾ കാണണം. എല്ലാവരും തിരക്കിലാണ്. കൃഷി കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു കാലമാണ്. എങ്കിലും ഉള്ള സ്ഥലത്ത് ഒരു മുളക് ചെടിയെങ്കിലും നട്ട്, ഒരു പൂത്തിരുന്ന ഏതെങ്കിലും ഒരു ചെടി നട്ടിട്ട് അതിൻ്റെ ഒരു ആനന്ദം കണ്ടെത്താൻ നമുക്ക് കഴിയണം. കുടുംബവുമായി അധിക സമയം ചെലവഴിക്കണം. ഈ ഫോണിന്റെ മറ്റൊരു അപകടം ഞാൻ പറയട്ടെ. നിങ്ങൾ 100 കുട്ടികളെ എടുത്ത് നോക്കൂ. അതിൽ 10 കുട്ടികളുടെയും മുഖത്ത് കണ്ണാടിയാണ്. നല്ല പവറുള്ള ഗ്ലാസ്സുള്ള കണ്ണാടി, ഭൂതക്കണ്ണാടികൾ. എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കള് ഫോണിലാണ്. മുമ്പൊക്കെ നമുക്ക് ഉരുളകളായിട്ട് ഭക്ഷണം തരുമ്പോൾ, ചോറ് തരുമ്പോൾ കാക്കകളും പൂച്ചകളെയും കാട്ടിയിട്ടാണ് അമ്മമാർ ചോറ് തരിക. ഇന്നത് മാറി. ഇന്ന് ഫോണിലൂടെ കാഴ്ചകൾ കാണിച്ചാണ് കുട്ടികളെ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുക. അവർ കാണുന്നതൊക്കെ ഭയങ്കരമായ സീനുകളാണ്. പിന്നീട് കുട്ടികൾ അങ്ങനെയുള്ള സീനുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. മൃഗീയമായ അടിയും പൊട്ടും കൊലപാതകവുമുള്ള, അതോടൊപ്പം തന്നെ ബോക്സിങ്, ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലൊക്കെ നടക്കുന്നില്ലേ ചെറിയ കുഞ്ഞുമക്കള് തോക്കെടുത്തിട്ട് സഹപാഠികളെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ. നമുക്കറിയാം, ഒരു 2 3 ആഴ്ച മുമ്പാണ് ഫോൺ വാങ്ങി വെച്ചതിന് ഒരു കൊച്ച് അധ്യാപകനെ പുറത്തെത്തിയാൽ കൊന്നുകളയുമെന്ന് ആക്രോശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. അതോടൊപ്പം തന്നെ ഒന്നിനെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ഇന്ന് നമ്മുടെ തലമുറകൾക്കില്ല. എത്രയെത്ര ആത്മഹത്യകൾ! ഒന്നിനും ഒരു ശ്രദ്ധയില്ല. നമ്മുടെ ബ്രെയിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനെ കൊല്ലുന്നത് നമ്മളാണ്. നമ്മളെ തന്നെ കൊന്ന് ഇല്ലാതാക്കുന്നു. ഫോണിന്റെ അമിതമായ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം സാത്താൻ ചാടി നടക്കുകയാണ്. നമ്മുടെ ഫോൺ, നമ്മുടെ സെറ്റ്, സ്ക്രീനുകൾ, അത് സാത്താന്റെ ഒരു ഉപകരണമാകാതിരിക്കാൻ നമ്മൾ സർപ്പത്തെ പോലെ വിവേകത്തോടെ ജീവിക്കണം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.